അഗസ്ത്യാർകൂടത്തിന്റെ വിസ്മയഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇടത്താവളമായ ഒരിടം. തിരുവനന്തപുരം പാലോടുള്ള വൃന്ദാവനം റിസോർട്ടിനോട് ചേർന്ന് ഏക്കറുകൾ പരന്നു കിടക്കുന്ന കുന്നിൻ പ്രദേശം ഈ ചൂടുകാലത്ത് മനുഷ്യർക്ക് മാത്രമല്ല പക്ഷികൾക്കും ഇഷ്ടസ്ഥലമാണ്. പ്രകൃതി കാഴ്ചകൾ നിറയുന്ന വൃന്ദാവനം കാണാം. വലിയ ചൂടൊക്കെ അല്ലേ? ചൂടിനോടൊക്കെ യാത്ര പറഞ്ഞ് പ്രകൃതി ഭംഗിയും നല്ല തണുത്ത കാറ്റുമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് പോയാലോ? വാ. ഡോക്ടർ അജീഷ് കുമാർ എസ്, അദ്ദേഹമാണ് ഈ മലമുകളിൽ ഇത്തരം ഒരു വിസ്മയ ലോകം നിർമ്മിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു റബ്ബറും തോട്ടം ഈ കാണുന്ന ഒരു പ്രകൃതി മനോഹരമായ ഒരു ആരും ആകർഷിക്കപ്പെടുന്ന ഒരു സ്ഥലമായി മാറുന്നത്? അത് പറയുകയാണെങ്കിൽ ഒരു 6 വർഷത്തിന് മുന്നേ വരെ ഇവിടെ എല്ലാം നിറയെ റബ്ബറായിരുന്നു. ഈ റബ്ബർ മുറിച്ചിട്ട് പകരം എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ആലോചിച്ചു. നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ പ്ലാൻ ചെയ്ത് നമുക്കിങ്ങനെ ഒരു സംഭവം ചെയ്യാനായിട്ട് ഒരു മനസ്സിലൊരാഗ്രഹം തുടങ്ങിക്കഴിഞ്ഞപ്പോഴും നമ്മൾ ആദ്യം മാവ് വെച്ചു, അത് കഴിഞ്ഞിട്ട് പ്ലാവ് വെച്ചു, വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ വെച്ചു, പഴവർഗ്ഗങ്ങൾ വെച്ചു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷം തന്നെ, പ്രകൃതി തന്നെ ഇവിടെ മാറിക്കഴിഞ്ഞു. വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്. യഥാർത്ഥത്തിൽ ആ കാണുന്നത് സഖ്യപർവ്വതമാണ്. അങ്ങറ്റത്ത് കാണുന്നത് സഖ്യപർവ്വതമാണ്. അത്രയധികം പ്രകൃതി ഭംഗി ഇങ്ങനെ ചുറ്റും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടം. മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവിടുത്തെ ഒരു മറ്റു കാഴ്ചകൾ എന്തൊക്കെയാണ്? ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ നല്ല സൺറൈസ് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന കിളികൾ, ഇഷ്ടമാതിരി കിളികൾ ഇപ്പോൾ വരുന്നുണ്ട്. കാരണം നമ്മൾ ഒത്തിരി ബെറീസ് ഒക്കെ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിക്കാനായിട്ട് ഈ തരത്തിലുള്ള കിളികൾ വരുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ തന്നെ ഇവിടെ 1-2 മീൻ കുളമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അത് ട്രെക്കിംഗ് ആയിട്ട് നമ്മൾ അവിടെ അതുവരെ പോകാൻ പറ്റും, അത് കാണാൻ പറ്റും. വളരെ ട്രഡീഷണൽ ആയിട്ട്, വളരെ നാച്ചുറലായിട്ട് സാധനങ്ങൾ നമ്മൾ ഇവിടെ തന്നെ കൃഷി ചെയ്തെടുത്തിട്ട് നമ്മൾ ഇവിടെ തന്നെ പാചകം ചെയ്ത് കഴിക്കും. അപ്പോൾ അത് രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകുന്നേരം നേരം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ തേനീച്ചയുണ്ട്. കാരണം നമുക്കിവിടെ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് ധാരാളമായിട്ട് തേനീച്ച വെക്കുന്നുണ്ട്. അപ്പം അതിന് നമുക്ക് തേനീച്ച കൂട് വെച്ചിട്ടുണ്ട്, തേനുണ്ട്. ഇവിടെ വരുന്നവർക്ക് നമ്മളത് കൊടുക്കുന്നുണ്ട്. ഇവിടെ താമസിക്കാൻ വരുന്നവർക്കുള്ള സൗകര്യങ്ങളാണ് പറഞ്ഞത്, അല്ലാതെ ആളുകൾക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുമോ? എങ്ങനെ കാണാൻ പറ്റും? തീർച്ചയായും. കാരണം നമ്മൾ തുടങ്ങിയ സമയത്ത് തന്നെ ആദ്യം ഞങ്ങൾ ഈ ഏരിയയിൽ നിറയായിട്ട് ഞങ്ങൾ പച്ചക്കറിയാണ് വെച്ചത്. പച്ചക്കറി വെച്ചു. തണ്ണിമത്തൻ ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നു. തണ്ണിമത്തൻ, പപ്പായ വെച്ചു. റെഡ് റേഡ് ഇനത്തിലുള്ള പപ്പായ ഞങ്ങൾ ഏകദേശം ഒരു 10-600 പപ്പായ ഇവിടെ വെച്ചു. അങ്ങനെ പല സംഗതികളും ഞങ്ങൾ ഇവിടെ പരീക്ഷിച്ചു. അപ്പോൾ അതെല്ലാം വളരെ സക്സസ് ആണ്. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ ജമന്തിയും അതുപോലെ തന്നെ സൂര്യകാന്തിയും ഞങ്ങൾ ഒരു 1/2 ഏക്കറോളം ഞങ്ങൾ ഇവിടെ വെച്ചു. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ വരികയും ഭയങ്കരമായിട്ട് അഭിപ്രായം പറയുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം, അതൊക്കെ നമുക്കൊരു പ്രചോദനം കൂടെ ആയി. കാരണം അങ്ങനെ വരുന്നവർ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ വന്ന് ഇവിടെ കണ്ട് ഒരു ദിവസം ഇവിടെ വന്ന് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കണം, അതിനുള്ളൊരു സംവിധാനം നിങ്ങൾ ചെയ്യണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത്. രണ്ട് കോട്ടേജ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയാലോ ചൂടാണ്, അപ്പം എല്ലാവർക്കും കുട്ടികൾക്ക് ഉൾപ്പെടെ ഉള്ള എല്ലാവർക്കും ഇഷ്ടമെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂള് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഇൻഫിനിറ്റി പൂള് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ പലതരത്തിലുള്ള മാവ് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് വെച്ചിട്ടുള്ള നാംഡോക് മായി എന്ന് പറയുന്ന ഇനത്തിലുള്ളതാണ്. ഒരു ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. അതിൻ്റെ തന്നെ ഗോൾഡൻ കളറിലുള്ള, സ്വർണ്ണ കളറിലുള്ള മാങ്ങ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ തായ്വാൻ പിങ്ക് എന്ന് പറഞ്ഞിട്ട് മാവുണ്ട്, വിളഞ്ഞു വരുന്നേ ഉള്ളൂ. ഇത് വിളഞ്ഞു വരുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ R2 എന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് നമ്മുടെ ആപ്പിൾ പോലത്തെ ഒരു സൈസിലുള്ളതാണ്. പിന്നെ നമ്മുടെ നാട്ടുമാവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല തലത്തിലുള്ള മാവ് നമ്മളിവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭാര്യയും കൂടെ ഉണ്ട്. ഇപ്പോൾ ആദ്യമേ ഈ റബ്ബറൊക്കെ മുറിച്ച് ഇങ്ങനൊരു ആശയമൊക്കെ പറഞ്ഞപ്പോൾ എന്താ തോന്നിയത്? ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, എന്താവുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? പിന്നെ ഇപ്പൊ ഭയങ്കര അത്ഭുതമാണ്. പൂളും ആ കാഴ്ചകളും ഒക്കെ കണ്ടു. അതിന്റെ ഒരു മറുഭാഗത്തുള്ള പ്രത്യേകത ഫുഡാണ് മെയിൻ അട്രാക്ഷൻ. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന ഭയങ്കര ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ്. അവധിക്കാലമല്ലേ, ഒരു ദിവസം ശാന്തമായി സമാധാനത്തോടുകൂടി പ്രകൃതിയൊക്കെ അറിഞ്ഞ് ചെലവഴിക്കാൻ താല്പര്യമുള്ളവർക്ക് പാലോടുള്ള വൃന്ദാവനത്തിലേക്ക് വരാം. അടിപൊളിയാണ്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.